ഇന്ത്യ മാക്സിലേക്ക് ഏവർക്കും സ്വാഗതം. തെരഞ്ഞെടുപ്പിൻ്റെ ആരവാരങ്ങൾ ഉയർന്നിരിക്കുന്ന സാഹചര്യത്തിൽ നേതാക്കളുടെ വാക്കുകൾ അങ്ങേയറ്റം സുരക്ഷിതമായിരിക്കേണ്ടതിൻ്റെ, അങ്ങേയറ്റം മര്യാദയോടെ ഉള്ളതായിരിക്കേണ്ടതിൻ്റെ സന്ദർഭമാണ്. കേരളമാണിത്. കേരളത്തിൽ വ്യത്യസ്തമായ രാഷ്ട്രീയ പാർട്ടികളുണ്ട്, വ്യത്യസ്തമായ ആശയഗതികളുണ്ട്, തികച്ചും പിന്തിരിപ്പനായ ആശയഗതികളുണ്ട്, അങ്ങേയറ്റം പ്രോഗ്രസീവ് എന്ന് പറയാവുന്ന ആശയങ്ങളുണ്ട്, പ്രോഗ്രസീവ് എന്ന് കരുതിയിട്ട് പിന്തിരിപ്പൻ നയങ്ങൾ സ്വീകരിക്കുന്ന ആശയങ്ങളുണ്ട്. ഇങ്ങനെ പലതരം സംഘർഷം നേരിടുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ മറക്കാനാവാത്തൊരു കാര്യം സാഹോദര്യവും സ്നേഹവും സൗഹൃദവും ഒക്കെ തന്നെയാണ്. ഏത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും ഇവിടെ ജനങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി കാണുന്ന ഒരു നാടാണിത്. സാക്ഷര കേരളമാണ്. സാക്ഷര കേരളത്തിൽ ഓരോ നേതാക്കളും പ്രയോഗിക്കുന്ന വാക്കുകൾക്ക് അങ്ങേറ്റം വില കൽപ്പിക്കേണ്ടതുണ്ട്, അങ്ങേറ്റം മര്യാദയുള്ളതായിരിക്കേണ്ടതുണ്ട്, ഏത് നേതാക്കളായാലും. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഞങ്ങളിത് പറയാൻ കാരണം PK അബ്ദുൾ റബ്ബ് എന്ന് പറയുന്ന ഒരു നേതാവ്. അദ്ദേഹം സാധാരണ ഒരു നേതാവല്ല. കേരളത്തിലെ ശ്രദ്ധേയനായ, എല്ലാവരും അംഗീകരിച്ചിരുന്ന ഉപമുഖ്യമന്ത്രിയായിരുന്ന ഔക്കാദർ കുട്ടി നഗയുടെ മകനാണ്. അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ഇവിടെ നാട്ടിലെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. മുസ്ലിം ലീഗിൻ്റെ നേതാവാണ്. മുസ്ലിം ലീഗിൻ്റെ ഒരുപാട് നേതാക്കൾ സംസാരിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. വളരെ മര്യാദയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്ന സാദിഖ് അലി ശിഹാബ് തങ്ങൾ, PK കുഞ്ഞാലിക്കുട്ടി ഉൾപ്പെടെയുള്ള നേതാക്കൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണത്തിനിടയിൽ അവരുടെ വായിൽ നിന്നൊരു വാക്കുപോലും മോശപ്പെട്ട വാക്കുകൾ ഇതുവരെ ഇറങ്ങിയിട്ടില്ല. ആരെല്ലാം മോശപ്പെട്ട വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ടോ അവരെല്ലാം പഞ്ചറായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. അത്രയ്ക്കും വിവേകമുള്ള ജനങ്ങളാണ് ഇവിടെ ഉള്ളത്. പക്ഷേ ഇവിടെ എന്താണ് അദ്ദേഹം പറയുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ പാർട്ടികളിൽ ഒന്നായ CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വെറും ഒരു കോമാളിയാണെന്നാണ് PK അബ്ദുൾ റബ്ബ് ഒടുവിൽ പറഞ്ഞിരിക്കുന്നത്. എത്ര അധിക്ഷേപകരമാണത്! അങ്ങനെ പറയാനായിട്ട് അദ്ദേഹം എന്താണ് കാണിച്ചത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ആദർശങ്ങളും നയങ്ങളും നിലപാടുകളും പ്രഖ്യാപിക്കുന്നതല്ലാതെ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ഇന്ന് വരെ കോമാളിത്തം വന്നതായി ഇവിടെ ആരും പറയുന്നില്ല. അങ്ങനെ ഒന്നും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. പിന്നെ എന്തുകൊണ്ടാണ് PK അബ്ദുൾ റബ്ബിനെ പോലുള്ള വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന, നാണക്കേടാണ്, വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ഒരാൾ പറയുകയാണ് MV ഗോവിന്ദൻ കോമാളിയാണ്? ഇതെന്താണ്? ഇതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത് വേണ്ടെന്ന് വയ്ക്കാൻ പറ്റുന്ന ഒരു വിഷയമല്ല. കാരണം തെരഞ്ഞെടുപ്പിൽ ഇനിയും ഒരുപാട് കോമാളിത്തങ്ങൾ കാണേണ്ട ഒരു കാലമാണ്. പക്ഷേ കേരളമാണ് എന്നുള്ള കാര്യം മറന്നുകൊണ്ട് അല്ല ഇത് ചെയ്യേണ്ടത് എന്നുള്ളൊരു ഒരു ധാരണയിലാണ് ഞങ്ങൾ ഈ ചർച്ചയ്ക്ക് തയ്യാറാകുന്നത്. ശ്രീ EPN, ഇത് നമുക്ക് ഒരു തരത്തിലും ടോളറേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല, അല്ലേ? സംസ്കൃത കേരളത്തിന്, അല്ലെങ്കിൽ സാംസ്കാരിക കേരളത്തിന്, സംസ്കൃത ചിത്തരായ ജനങ്ങളുള്ള കേരളത്തിന് ഒരിക്കലും സ്വീകാര്യമായ ഒരു 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 പ്രഖ്യാപനമോ ഒരു വാചകമോ ഒന്നുമല്ല. എന്താണ് താങ്കളുടെ അഭിപ്രായം? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാഷ്ട്രീയത്തിൽ ആശയപരമായ പോരാട്ടങ്ങൾ നടക്കുമ്പോൾ വ്യക്തികളെ ആക്ഷേപിക്കാനും വ്യക്തിഹത്യകൾ ചെയ്യാനും നടത്തുന്ന ചില ശ്രമങ്ങൾ പൊതുവെ വടക്കേ ഇന്ത്യയിലൊക്കെ വളരെ പ്രകടമാണെന്ന് നമുക്കറിയാം. ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ എത്ര മോശമായിട്ടാണ് വടക്കേ ഇന്ത്യയിലെ ഈ പറയുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതികളൊക്കെ വളരെ മോശമായി ആക്ഷേപിക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു നിലപാട് പലപ്പോഴും എടുക്കുന്നത് രാഷ്ട്രീയമായി ഉള്ളടക്കമില്ലാത്ത കേവലം തരംതാണ അഭിപ്രായ പ്രകടനങ്ങൾ സ്വരൂപിക്കുന്ന ഒരു പരദൂഷക സംസ്കാരത്തിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ രാഷ്ട്രീയം അങ്ങനെ ആകാൻ പാടില്ല. പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു പൊതു സ്വഭാവം, അതിൽ മലബാറിൻ്റെ ഒരു പ്രത്യേകത, ഒരു വശത്ത് രാഷ്ട്രീയ സംഘടനകൾ നടക്കുമ്പോൾ തന്നെ ഏറ്റവും മര്യാദയോടെ പൊതുമണ്ഡലങ്ങളിൽ രാഷ്ട്രീയ നേതാക്കന്മാർ ഇടപെടുന്ന ഒരു പാരമ്പര്യം കൂടി അവിടെയുണ്ട്. പ്രത്യേകിച്ച് മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു സംഘടന പലപ്പോഴും നമ്മുടെ സംസ്ഥാനത്ത് പല ആരോഗ്യകരമായ മാതൃകകളും സൃഷ്ടിച്ചിട്ടുള്ള ഒരു സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളിൽ നിന്ന് ഒരിക്കലും വരാൻ പാടില്ലാത്ത സമീപനമാണ്. അങ്ങനെ അത് പറയുമ്പോൾ അപ്പുറത്തും സംഭവിച്ച ചില കാര്യങ്ങളെ അപ്പുറത്തും ഇതൊക്കെ പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കലല്ല വേണ്ടത്. ശ്രീ വിജയരാഘവൻ തെരഞ്ഞെടുപ്പ് സമയത്ത് നടത്തിയ ഒരു പരാമർശം, എങ്ങനെയാണ് ആലത്തൂരിലെ കോൺഗ്രസിൻ്റെ പിൽക്കാലത്ത് MP ആയ ആ വനിതയുടെ വലിയ വിജയത്തിന് കാരണമായി നമുക്കറിയാം. അതുകൊണ്ട് ഇത്തരം പോരായ്മകളും തെറ്റുകളും രാഷ്ട്രീയ ഉള്ളടക്കങ്ങൾ നഷ്ടപ്പെട്ടു വരുന്നവർ നടത്തുന്ന ചില ജൽപ്പനമായി വേണം നമ്മൾ വിലയിരുത്താൻ. പിന്നെ ഈ ഇത്തരം സന്ദർഭങ്ങളിൽ എല്ലാ പാർട്ടിയുടെയും ഉത്തരവാദിത്തമുള്ള നേതാക്കൾക്ക് അങ്ങേയറ്റത്തെ ഉത്തരവാദിത്തമുള്ള ഒരു കാലമാണ്. അവർ വിലക്കണം, വായിൽ ക്ലിപ്പിടണം. ഇത്തരക്കാർക്ക് വായിൽ ക്ലിപ്പിടണം. എന്തൊക്കെ സംസാരിക്കണമെന്നും എങ്ങനെ സംസാരിക്കണമെന്നുള്ള ഒരു എന്താണ്, കൊച്ചുകുട്ടികളൊന്നും അല്ലല്ലോ. സ്കൂൾ ക്ലാസ്സിലെ കുട്ടികളുടെ പറഞ്ഞു കൊടുക്കേണ്ട പോലെ അല്ലല്ലോ. ഇവർക്കൊക്കെ എത്ര കാലമായി ഇവിടെ രാഷ്ട്രീയ പാരമ്പര്യവും ഒക്കെ ഉള്ളവരല്ലേ. പക്ഷേ ഇത്തരം ഒരു അധിക്ഷേപകരമായ ഒരു 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 പ്രചരണ ശൈലി, അല്ലെങ്കിൽ പ്രവർത്തന ശൈലി, അല്ലെങ്കിൽ വാക് ശൈലി എന്ന് പറയുന്നത് കേരളത്തിലെ ജനങ്ങൾ സഹിക്കുമെന്ന് ഞങ്ങൾക്കറിയുന്നില്ല.